ചോറിനും ചപ്പാത്തിക്കും ഒരേപോലെ ടേസ്റ്റ് കിട്ടുന്ന ഒരു കിടിലൻ എഗ് റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചതയ്ക്കുമ്പോൾ ഒരുപാട് കൂടരുത്, കുത്തൽച്ചവയുണ്ടാകും കേട്ടോ. കുരുമുളക് ചേർക്കുമ്പോഴും ഒരുപാട് കൂടരുത്, അതായത് 1/2 ടീസ്പൂണേ ആകാവൂ. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരിത്തിരി പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാര ചേർത്തത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. കുക്കർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് നമുക്ക് ലേശം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാധാരണ കറി വെക്കുന്നതിലും കൂടുതൽ, അതായത് പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലെ കറി വെക്കുന്നതിലും കൂടുതൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പെരിഞ്ജീരകം കൂടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 4 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ ചേർക്കുവാണ്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്നിട്ട്, ഒരുപാട് വഴലണ്ട, ഒരു പച്ചമുളക് ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയൊരു തക്കാളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി നീളത്തിൽ അരിഞ്ഞോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ തക്കാളിയുടെ സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് വയലൻ്റ് ആയിട്ട് കുക്കറിലല്ലേ വെക്കും, നമുക്ക് ഇത്രയൊക്കെ മതി. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അപ്പോൾ ഞാനിത് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നേരത്തെയൊക്കെ ഞാൻ കുറേ എണ്ണ ഒഴിക്കുമ്പോഴേ ഇത് അവസാനം നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുമായിരുന്നു. അപ്പം കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. നിങ്ങൾ കുറച്ച് എണ്ണയും കൂടെ വേണ്ടിയവർ ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. പാകത്തിന് ഉപ്പ്, ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നാല് മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. തീരെ ചെറിയ തീയിൽ വെച്ചു. ഇനി കുക്കർ അടയ്ക്കുവാണേ. എന്നിട്ട് ഒറ്റ വിസിൽ ഓഫാക്കുക. ഒരു വിസിലടിച്ചിട്ട് ഞാൻ കുക്കർ ഓഫാക്കി. നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ച് വിസിലടിപ്പിച്ചത്. ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം പാകമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കി ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്നും ഓണാക്കണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. നമ്മുടെ കുക്കർ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ പലതരത്തിൽ എഗ് റോസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം എണ്ണ ഉപയോഗിക്കാനായിട്ടാണ്. നിങ്ങളിപ്പോൾ എണ്ണ കുറച്ചും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം. അപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ല റെസിപ്പിയെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.